ഡിയേഴ്സ്, മഞ്ഞുതുള്ളികൾ നോവൽ തുടരുന്നു. ഫൈസൽ മൂല്യാരുടെ മനസ്സിലൊരു വെള്ളിടി വെട്ടി. പടച്ചോനെ, എല്ലാം സ്വപ്ന കേട്ടു കാണും. തന്റെ ദാമ്പത്യം തകരാൻ പോകുന്നു. ചായ എടുത്തു വെച്ചിക്കണ്, നിങ്ങൾ കുടിച്ചോളീ എന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ ഫൈസൽ മൂല്യാർ വീപ്പയച്ചു. ഭാഗ്യം, അവളൊന്നും കേട്ടിട്ടില്ല. ഫൈസൽ മൂല്യാർ ചായ കുടിച്ച് മദ്രസയിലേക്ക് പോയി. കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ റയ്യാനത്തിന്റെ കോൾ വരുന്നു. എടുക്കണമോ? ഒരു നിമിഷം സംശയിച്ചു. പിന്നെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. അസ്സലാമു അലൈക്കും. അങ്ങനെ അവർ പല കാര്യങ്ങളും സംസാരിച്ചു. താൻ ചെയ്യുന്നത് തെറ്റല്ലേ? ഫൈസൽ മൂല്യാർ സ്വയം ചോദിച്ചു. അതെ, തെറ്റാണ്. നിക്കാഹ് കഴിച്ച പെണ്ണൊരുത്തി വീട്ടിലുണ്ടാകുമ്പോൾ കണ്ട പെണ്ണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്നത് തെറ്റാണ്. കൊഞ്ചിക്കുഴയുക മാത്രമല്ലല്ലോ, തങ്ങൾ തമ്മിൽ പല ബന്ധവുമില്ലേ? തന്റെ വിവാഹത്തിന് മുന്നേ തുടങ്ങിയതായി റൈഹാനത്തുമായുള്ള ബന്ധം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 3 മക്കളായി. എന്നിട്ടും ബന്ധം തുടരുന്നു. ഈ ബന്ധം നിർത്താൻ പലതവണ ശ്രമിച്ചതാണ്, പക്ഷേ കഴിയുന്നില്ല. റയ്യാനത്തിന്റെ കോൾ വരുമ്പോൾ മനസ്സിലൊരു നീറ്റലാണ്. തന്റെ പ്രിയ പത്നി സഫ്ലയെ ഇനി താൻ ചതിക്കില്ല. അയാൾ ഫോണിൽ നിന്നും റയ്യാനത്തിന്റെ നമ്പർ ഡിലീറ്റ് ആക്കി. അയാളുടെ ഫോൺ ശബ്ദിച്ചു. ഹലോ. അയാൾ ഫോൺ എടുത്തു. തുടരും. സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.